വോട്ടിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇന്ന് വേണമെങ്കിൽ നമുക്ക് മൈക്കും കൊണ്ട് പോവാം. കണ്ട ഞാൻ ഇതിന്റെ ഒക്കെ തൊലി കളഞ്ഞു, ചിലതിന്റെ തൊലി കളഞ്ഞില്ല. കൊടി പിടിക്കണ്ട കൊടിന്റെ സഖാക്കളെ സഖാക്കളെ കാവടിത്തുള്ളി പോയ പോലെ തിരിച്ചു വന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഞാൻ വ്ളോഗ് ചെയ്യുന്ന പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഇന്ന് വ്ളോഗ് ചെയ്യാം. കഴിഞ്ഞ സൺഡേ അല്ലോ, അതിന് മുന്നത്തെ സൺഡേ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ പോയതൊക്കെ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കണ്ടിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിള്ളേരൊക്കെ മ്യൂസിക് ക്ലാസ്സിന് പോയി. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ വയ്ക്കണേ. ചേട്ടൻ പുറത്തോരോ പണികൾ ചെയ്യാൻ നിൽക്കുന്നുണ്ട്, പുല്ല് പറിക്കാനും ഇതിനൊക്കെ. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെച്ചിട്ട് കൂടാമെന്ന് വിചാരിച്ചേ, പക്ഷേ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞിട്ടില്ല. ഞാൻ നാളികേരം വറുത്തിട്ടാണ് കേട്ടോ വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. കുറേ നാളായി നാളികേരം വറുത്തരച്ചിട്ടോ ചിക്കൻ കറി വെച്ചിട്ട്. അപ്പോൾ ഒരു നാളികേരം ചെറുതായിട്ടൊരു ഉണങ്ങിയ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ നാളികേരം ആയിട്ടുണ്ടായിരുന്നു. കുറച്ചുണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ചുകൂടി നാളികേരം ചെടിച്ചിട്ടു. ചിക്കൻ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിത് മറ്റൊരു റെസിപ്പി ഇല്ല, എന്താ ഒരു വൈറൽ ചിക്കൻ ചിക്കൻ അത് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ച റെസിപ്പീസാണ്. പക്ഷെ അതന്ന് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെക്കാൻ സമയം കിട്ടിയില്ല. ഇത് ഞാൻ കാലത്തോടുന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ, വാങ്ങിക്കാൻ വിചാരിച്ചതല്ല. ഞങ്ങള് അവിടെ ഞങ്ങളുടെ അടുത്തോടെ ഗീതാ ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നിശാന്തണ്ണ കണ്ടു, നിമ്മച്ചേച്ചിൻ്റെ നിശാന്തണ്ണ കണ്ടു. അക്ഷയുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, പലാസോ അങ്ങനത്തെ ഉള്ള ഷോപ്പുണ്ട്. ഫ്രണ്ടിൻ്റെ ഷോപ്പാണെന്ന് കയറിക്കോ എന്ന് പറഞ്ഞ് കയറി ചെയ്താ. അപ്പം ഇങ്ങനത്തെ ഒരു കോഡ് സെറ്റ് എന്നൊക്കെ പറയാം. ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അതിന് 250 രൂപ ആമിക്ക് വാങ്ങിച്ചു. ഡ്രസ്സാണ് ഞാൻ ഇടാത്തൊരു മെറ്റീരിയലാണ്. അപ്പം അതുകൊണ്ടൊരു ചെറിയൊരു കംഫർട്ട് കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തുണിയുടെ പ്രശ്നമല്ല കേട്ടോ, എൻ്റെ പ്രശ്നമാണ്. ഞാൻ സ്ഥിരമായിട്ടൊരു മറ്റേ കോട്ടൺ മിക്സ് പിന്നെ അങ്ങനത്തെയൊക്കെ ഇടാറ്, അച്ഛൻ്റെ പഴയതും അങ്ങനത്തെയൊക്കെ ഇടാറ്. അപ്പം അതിൽ നിന്ന് ചേഞ്ച് വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, ഒരു പാൻറ്റും ഇതും കൂടെ കിട്ടുമ്പോൾ നല്ലതല്ല. അപ്പം നമ്മുടെ നാളികേരം ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഗരം മസാല ഇട്ടു കേട്ടോ എനിക്ക്. കുറച്ച് ഫ്ലേവർ എനിക്ക് തോന്നാറുണ്ട്. കുറച്ച് ഗരം മസാല ഞാൻ കറിയിൽ ഇച്ചിരി ഇട്ടുണ്ട്. ഈ പൊടി കുഞ്ഞു നിർത്താം. ഈ ചട്ടി നല്ല ചൂടുള്ള ചട്ടി, അതിങ്ങനെ ആയിക്കോളും. വോട്ടിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. 11-ാം തീയതിയിലത്തെ വോട്ടിന് എല്ലാവരും പ്രദീപ് ചേട്ടന് വോട്ട് ചെയ്യുക. എന്തായി അത്? പിന്നെ ചേട്ടാ ആശുപത്രി പോയില്ലേ, എനിക്ക് സമയം കിട്ടിയില്ലേ പോവാൻ. അല്ല പോവാന്നല്ല, ഇന്നലെ വന്നല്ലോ. ഇന്ന് വേണമെങ്കിൽ നമുക്ക് മൈക്കും കൊണ്ട് പോവാം. ആൾക്കാരെ ക്രൗഡ് വേണം, ക്രൗഡ് വീഡിയോയിൽ വേണം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ചെയ്യുമ്പോ ഞാൻ ക്രൗഡൊക്കെ കാണിച്ചു തരാട്ടാ. അപ്പോൾ അതിലൊരു തീരുമാനമായി. കളർ എനിക്ക് ചേരുന്നുണ്ടല്ലേ, കളറ് നൈസായിട്ടുണ്ട്. എൻ്റെ ഇല്ലാത്തൊരു എൻ്റെ ഉണ്ട് ഇങ്ങനത്തെ ഒരു ഉടുപ്പ്, ഈ കളർ, ഇതിൻ്റെ ലൈറ്റ് കളറ്, പക്ഷെ ഇത് രസമുണ്ട്. അപ്പം ഞാനിന്നേ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞുണ്ട്. ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പ്ലാനൊന്നുമില്ല. വല്ല സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കും, ഫ്രൈക്കൊന്നും ഇല്ല. പിന്നെ അതിന് മെനക്കെടാൻ നിൽക്കണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ നാരങ്ങ തന്നിട്ടുണ്ട് അമ്മ. അച്ഛൻ്റെ അമ്മ നാരങ്ങ തന്നിട്ടുണ്ട്. അച്ഛൻ എവിടെ നിന്ന് കൊണ്ടുവന്നാ പറഞ്ഞു. ഇത് വെച്ച് നമുക്ക് അച്ചാറുണ്ടാക്കാം. തൊലി കളഞ്ഞിട്ടാണോ അച്ചാറുണ്ടാക്കുക, തൊലി കളഞ്ഞിട്ടാണോ കളയാണ്ടാണോ
നമ്മൾ സദ്യക്കൊക്കെ കിട്ടുമ്പോൾ തൊലിയോട് കൂടെ അച്ചാർ കിട്ടാറില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടെണ്ണത്തിന്റെ തൊലി കളഞ്ഞിട്ടു, രണ്ടെണ്ണത്തിന്റെ തൊലി കളയാണ്ട് അതിലിടാം. ഇതൊന്ന് ഉപ്പൊക്കെ പുരട്ടി വെച്ച് ഒരു ഉച്ച കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ ഈ പരിപാടികൾ ഇതെല്ലാമാണ് ഗൈസ്. നമുക്കിപ്പോ ഈ പരിപാടിയിലോട്ട് കിടക്കാം. അബ്ചേട്ടൻ ആദീനും മിന്നുനും കുഞ്ഞിനും വിളിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാനും പോയേനെ. എനിക്കിങ്ങനെ കാറിൽ കറങ്ങി നടക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഇന്ന് എനിക്ക് സമയമില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇത് നന്നാക്കട്ടെ, നമുക്ക് മേശമേര് നന്നാക്കാം. അപ്പം എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ വെച്ച് വൈബായിട്ട് ഞാൻ ഇന്ന് ചാറായിട്ട് വെച്ചേട്ടാ, ചാറാക്കി വെച്ചു. വൈകുന്നേരം വല്ല പൊറോട്ടയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് വെക്കാലോ. കണ്ട ഞാൻ ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞു, ചിലതിൻ്റെ തൊലി കളഞ്ഞില്ല. ഇതിൻ്റെ കുരു കട്ട് ചെയ്യാണ്ട് അരിയണം എന്നാണ് പറയണേ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും കേട്ടോ. ഞാൻ ഈ വടുകപ്പുളി നാരങ്ങ അധികം അച്ചാർ ഇട്ടിട്ടില്ല, പക്ഷെ എനിക്ക് ചില സമയത്ത് ചില അച്ചാറുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സദ്യക്കൊക്കെ പോകുമ്പോൾ ചിലത് ഭയങ്കര കയ്പ്പ് തോന്നും, പക്ഷെ ചിലത് അങ്ങനെ കഴിക്കില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അമ്മയ്ക്ക് ഒരുക്കി അതേപോലെ വീട്ടിലുണ്ടാക്കിയ അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് അത് ചില നാരങ്ങകളുടെ ആവാം മേ ബി. ഈ നാരങ്ങ അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ടും വലിയ കയ്പൊന്നുമില്ല. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെ കുരും ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടതിൽ അത് കളഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാനാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഞാൻ അവർ പറഞ്ഞ പോലെ അങ്ങനെ കളഞ്ഞിട്ടാണ് ഇട്ട് ഉണ്ടാക്കിയത്. എനിക്കിന്നൊരു സമാധാനമുള്ള ദിവസമായിരുന്നു. അതാണ് എൻ്റെ മുഖത്തും ഞാനിങ്ങനെ കുറേ വർത്താനം പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ മെനക്കെട്ടിരുന്നാൽ എല്ലാ കുരും കളഞ്ഞ് നല്ല ഭംഗിയിൽ അരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പൊക്കെ പരട്ടി കുറച്ച് നേരമൊക്കെ വെച്ചു. അങ്ങനെയാണ് ഞാൻ അന്ന് വൈകുന്നേരം അച്ചാറിട്ടെ. അങ്ങനെ ഞാൻ ഓരോരോ നാരങ്ങകളായി അതിൻ്റെ കുരു പറക്കി ഒക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. അതിൽ രണ്ടെണ്ണം ഞാൻ തൊലി അതിലത്തെ പുറത്തുള്ള തൊലി ഉണ്ടല്ലോ, അത് ഞാൻ രണ്ടെണ്ണത്തിൻ്റെ മൊത്തം റിമൂവ് ചെയ്ത് കളഞ്ഞു. രണ്ടെണ്ണത്തിൻ്റെ തൊലി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ചെറുനാരങ്ങയുടെ ആയാലും അതുണ്ടല്ലോ തൊലി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേര് കളയുന്ന കാണാം, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ആമിക്കും ആദിക്കൊന്നും അവർ ഈ വടുകപ്പുളി നാരങ്ങയൊന്നും വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യില്ല, പക്ഷെ അബ്ചേട്ടന് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അബ്ചേട്ടനാണെങ്കിൽ ഞാൻ അച്ചാർ കഴിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ഒരു അച്ചാർ ഫാനാണേ, അപ്പം അതുകൊണ്ടാണ് ഞാൻ മെനക്കെട്ട് ഉണ്ടാക്കണേ. അപ്പം ഇത് അരിഞ്ഞ് ഉപ്പ് കുഴച്ച് വെക്കാൻ പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഫോൺ ചാർജിൽ വെക്കട്ടെ, ഫോണിൽ ചാർജില്ല. കൈയൊക്കെ വാഗ ഇതുപോലെ കണ്ട. ചെട്ടിനാട് ചിക്കൻ കറിയാ, അതാരാ പറഞ്ഞേ? എൻ്റെ പൊന്നോ, ഉപ്പിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ ഇത്തിരി കൂടി വെളുത്തുള്ളി നന്നാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു, കിച്ചൺ ഒതുക്കാണ്ട്. ഓ മൈ ഗോഡ്, ആദ്യം വന്നു ഗൈസ്. അവന് മൈക്കിൽ എന്തെങ്കിലും പറയണം. ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ മൈക്കിൽ പറയിപ്പിക്കും. ആ മൈക്ക് തന്നെയാ പറഞ്ഞേ, എന്നിട്ട് പറയാ. നീ നിനക്ക് മൈക്കിൽ പറയണമെന്നല്ല പറയണ, നീ എന്താ പറയണെന്ന് ഞാൻ നോക്കട്ടെ. വിശേഷങ്ങൾ മൈക്കിൽ പറയേണ്ട ആവശ്യമില്ലടാ. വെളുത്തുള്ളൂ നോക്കട്ടെ, കുറച്ച് നേരം ഇന്ന് പഠിച്ചോ. റിസൾട്ട് ഒക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിങ്ങനെയൊക്കെ വന്നു പോയൊക്കെ ഇരിക്കും. പക്ഷെ നമ്മുടെ ഹാർഡ് വർക്ക്. ഞാൻ ഫുഡ് കഴിക്കട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ കറി, ചമ്മന്തി, പപ്പടം. ഫുഡ് കഴിക്കട്ടേട്ടാ. സിയമ്മീൻ ഫുഡ് കഴിച്ചിട്ടാണേ. ഭക്ഷണം കഴിക്കേണ്ട വരെ ഞാൻ വീഡിയോ എടുത്തല്ലേ. അത് കഴിഞ്ഞ് ആമീനെ വിളിച്ചു. എന്നുവെച്ചാൽ ആമീനെ വിളിക്കാൻ പോയി. അവൾ ബസ് ഇറങ്ങി ഇവിടെ ഇറങ്ങാൻ കാലത്തോട്. അത് കഴിഞ്ഞ് അതിനെ ട്യൂഷൻ ഓണാക്കാൻ പോയി. പണികളൊക്കെ ഒരു ഇതും ഒതുക്കിയിട്ടാണ്. അത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആരി വർക്കിൻ്റെ കോഴ്സ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് റെക്കോർഡ് വർക്കുകൾ ചെയ്യാണ്ട്, അതൊക്കെ ചെയ്യണം. ഇന്നലെ ഇപ്പം എൻ്റെ പണി ഇത് തീർക്കണം. ചെയ്താലേ സ്പീഡാവുള്ളൂ. അപ്പം ഞാൻ ഇത് കുറച്ച് നേരം ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതിരുന്നു തുന്നിയപ്പോഴത്തേന് അബ്ചേട്ടൻ പറഞ്ഞു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞോട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും അബ്ചേട്ടനും കൂടെ ഇങ്ങനെ ഒന്ന് പോലൊക്കെ ഭയങ്കര കുറവാണ്.
മൊത്തത്തിൽ എല്ലാവരും ബിസിയായി പോയി എന്ന് തോന്നി. ഇങ്ങനെ ഒരു എന്താ പറയുക, എവിടേക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാനോ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പോകാനോ ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഷേക്ക് കുടിക്കാൻ പോയിട്ടോ. അപ്പോൾ പിള്ളേരെ കൂട്ടിയില്ല, ആദ്യം ട്യൂഷന് പോയേക്കായിരുന്നു, ആമി അവിടെ ഇരുന്ന് പഠിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ പറവട്ടാനിയിൽ ഫ്രൂട്ട് ഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഞങ്ങളിപ്പോൾ സ്ഥിരം അവിടെ പോകാറുണ്ട് കേട്ടോ. അവിടുത്തെ സ്മൂത്തി, ഷേക്ക്, ഫ്രൂട്ട്സ് ബൗളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ്. എനിക്കിഷ്ടം, അവിടുത്തെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഡീസൻറ്റ് റേറ്റും ആണ്. അപ്പോൾ പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ അവരുടെ തന്നെ ഒരു ഷോപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ഷേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഫ്രൂട്ട്സ് കഴിയില്ലല്ലോ അവിടെ, എപ്പോഴും അവരുടെ ഒരു സ്റ്റോക്ക് ഉണ്ടാവും ഫ്രൂട്ട്സ്. അങ്ങനെ പിന്നെ അബിച്ചേട്ടൻ ഒരു ഫലൂഡയും ഞാനൊരു ചിക്കു ഷേക്കുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഷേക്ക്. എനിക്ക് ചിക്കു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ് ഉണ്ടല്ലോ, AISൻ്റെ ഫ്രണ്ടിൽ സപ്രോട്ടന്മാരുണ്ടാവും. അതിൻ്റെ പൊന്നേയും ദൂരെ കഴിച്ചേക്കണേ ചിക്കു, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങളുടെ പാപ്പൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ടാവാറുണ്ട്, അപ്പോൾ അവിടെ നിന്നൊക്കെ പൊട്ടിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പിള്ളേർക്ക് ഒരു കുഞ്ഞ് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തോ ഒരു ബ്രെഡ് പോക്കറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് വാങ്ങിച്ചതല്ല. അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ തന്നെ നാട്ടുകാരെ ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അത് വാങ്ങിച്ച് അവരത് കഴിച്ചു. ദേ അപ്പോഴത്തേനും ഒരാൾ പഠിച്ചിരുന്ന് ഉറങ്ങി. ഞാൻ പോവാന്ന് ആര് കേൾക്കണു? കൊടി പിടിക്കണ്ട, കൊടിന്റെ പിടിക്കണ്ട. യുവജന നായകൻ സഖാവ് അങ്ങനെ ഞങ്ങൾ ബൈക്ക് റാലിക്ക് പോയിണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇതിനൊക്കെ പോകണം. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പാപ്പൻ ഇലക്ഷന് മത്സരിച്ചിട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു 5 വർഷത്തിന് മുന്നേ ഇതേപോലത്തെ തന്നെ ഒരു ഇലക്ഷന്, അന്ന് പാപ്പന് വേണ്ടിയൊക്കെ കുറേ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ആദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ മുന്നത്തതിൽ, അച്ഛനൊക്കെ ഇടതുപക്ഷ ഇതിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളുണ്ടല്ലോ, അച്ഛൻ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ എഴുതില്ലേ ഇൻവിറ്റേഷൻ വെച്ചാൽ മീറ്റിംഗ് ഉണ്ടാവും, എല്ലാവരും എത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിരുന്ന് എഴുതാൻ ഞങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ പേജിൽ കീറി ഞങ്ങൾ എത്ര പേരുണ്ട്, 7 പേരുണ്ട്, 7 പേർക്ക് ഇരുന്ന് എഴുതും. എന്നെ കൊണ്ടാണ് കേട്ടോ അച്ഛൻ എഴുതിപ്പിക്കാറ്. ഞാനിങ്ങനെ ഉരുട്ടി എഴുതുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗ് ആണ് എൻ്റെ. എനിക്ക് രാഷ്ട്രീയം പറയുമ്പോൾ പാർട്ടീനെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഓർമ്മയാണ് കേട്ടോ. അങ്ങനെ ബൈക്ക് റാലിയൊക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ ഒരു സമാപന സമ്മേളനം പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ പിന്നെ പോന്നു കേട്ടോ. കാരണം ആമി തന്നെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിൽ പോന്നു. നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര പേരുണ്ട്, അതിൽ ആരൊക്കെ നമ്മുടെ സുഹൃത്തുക്കള് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു സ്കാനറാണ് ശരിക്കും പ്രതികരണം. സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുണ്ടോന്നല്ല, അവരുടെ മനസ്സുകളെ അറിയാൻ കഴിയുന്ന ഒരു സഖാവാണ്. അതിലൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സഖാക്കളെ ചുമന്ന മുണ്ട് മാറി വെള്ളയിലോട്ട് കിടന്നു. ഞങ്ങൾ വീടിൻ്റെ എക്സിബിഷന് പോകാൻ എനിക്കറിയണ്ടായിരുന്നില്ല നടക്കുന്ന കാര്യം. അല്ല അച്ഛൻ തട്ടിക്ക് പോകാൻ വെച്ചതാ. ഞങ്ങളിപ്പോൾ എക്സ്പോയിൽ പോയതല്ലേ, അപ്പം ഇങ്ങനെയാണെന്നുള്ളത് ഒരു ഇനിയിപ്പോൾ പോകുമ്പോൾ നമ്മളൊന്നുകൂടി നിരീക്ഷിക്കും എങ്ങനെയൊക്കെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ. ചേട്ടാ നമ്മൾ എന്തിനെങ്ങനെ എല്ലാ എക്സിബിഷന് കാണാൻ പോണേ? എക്സിബിഷനിൽ കാണാൻ പോയാലാണ് പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ പുതിയ മെറ്റീരിയൽ വരാം, പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, പുതിയ പ്രൊഡക്റ്റുകൾ കാണാം. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ മെറ്റീരിയൽ നമ്മളോട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ആ എക്സിബിഷൻ ഉണ്ടാവും. അപ്പോൾ അവരെ കണ്ട് സംസാരിച്ച് അവരായിട്ട് കാണാനും അവർ മെറ്റീരിയൽ കാണാനുള്ള അവസരം, അതാണ് എക്സിബിഷൻ. മെയിൻലി വീട് പണിയുന്ന ആൾക്കാരാണല്ലോ വീടിൻ്റെ എക്സിബിഷൻ വരെ. അപ്പോൾ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതുപോലെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടിയാലോ. അപ്പം നമ്മളവിടെ അങ്ങനെ ഷോപ്പ് ഉണ്ടെന്നുള്ള രീതിയിലല്ല പോണേ, നമ്മളവിടെ കാണാൻ വന്ന വെറും കാഴ്ചക്കാർ. പിള്ളേരെ കൊണ്ട് പോണില്ല. ഹെൽമെറ്റ് എടുക്കാണ്ട് കടന്നു വന്നതാട്ടാ. ഞാൻ പറഞ്ഞപ്പോൾ ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? വ്ളോഗ് ചെയ്തോളൂ, ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
ഞങ്ങൾ അവിടെ ഒരു 8:30 ആകുമ്പോഴേക്ക് എത്തിയായിരുന്നു. പക്ഷെ അവിടെ ക്ലോസ്ഡ് ആയി ഗൈസ്. 8:30ക്കൊക്കെ എക്സിബിഷൻ ക്ലോസ് ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അബ്ചേട്ടൻ്റെ BNIയിലുള്ള ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. കണ്ടോ അവരവിടെ കയറ് കിട്ടിയിട്ട് അവിടെ സെക്യൂരിറ്റി നിൽക്കണു. 8:30ക്കൊക്കെ അല്ലേ എല്ലാവരും കാണാൻ വരുന്ന സമയം. വൈ പിന്നെ വരുന്ന വഴി ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നേട്ടോ. തിരിച്ചു വന്നു ഗൈസ്. അവർ 8 മണി വരെ കൂടെ കയറ്റുണ്ടായിരുന്നു. ഒരു എക്സിബിഷൻ ആകുമ്പോൾ 8 മണി 9 മണി വരെ കയറ്റുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു BNIയിലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. കാവടിത്തുള്ളി പോയ പോലെ തിരിച്ചു വന്നു. കറങ്ങിയൊന്നുമില്ല. ആളുടെ അടുത്ത് കുറച്ചു നേരം വർത്താനം പറഞ്ഞു. അങ്ങനെ കഴിച്ചേ. നമ്മളിന്ന് പോയിട്ട് എന്താ സംഭവിച്ചത് ഒന്നും പറയാൻ ഇല്ല. എൻ്റെ വീട്ടിൽ മുഴുവൻ ആകെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും എന്നെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇതിനൊരു സ്പേസ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഞാനിത് ഹാളിലാണ് ഇട്ടേക്കണത്. കാരണം ഹാളിൽ നമുക്ക് കുറേ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നല്ല വെളിച്ചത്തിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് അധികം സ്ട്രെയിൻ വരുന്നില്ല. എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് എന്തിനോ വേണ്ടി ചെയ്യുന്നതല്ല. എനിക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതിൻ്റെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇന്ന് തന്നെ കണ്ടില്ലേ ഞാൻ എന്തോരം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ എണീറ്റ് പോയെന്നറിയോ. ട്യൂഷന് കൊണ്ടാക്കാൻ പോയി, അവളെ വിളിക്കാൻ പോയി, അത് കഴിഞ്ഞ് പിന്നെ മറ്റേ റാലിക്ക് പോയി, അത് കഴിഞ്ഞ് വന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്ന് തുന്നി വീണ്ടും പോയി അബ്ചേട്ടൻ്റെ കൂടെ. അങ്ങനെ മൊത്തത്തിലൊരു പുകയാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ സമയം വേസ്റ്റായി പോകുന്നുണ്ട്. ഇത് ട്രൈ ചെയ്ത് ചിലതങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്ക് നന്നായി അത് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് വരുള്ളൂ. അയ്യോ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അല്ലേ. ഉച്ചവരെ അങ്ങനെ സമാധാനത്തിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നിങ്ങനെ മലപടക്കം പോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവസാനം പോയത് ഭയങ്കര ശശിയായി പോയി. എന്താ പറയാ, പോയി അവിടെ വരെ എത്തി. 8:30 ആകുമ്പോഴേക്കും അവിടെ എക്സിബിഷൻ്റെ അത് ക്ലോസ് ചെയ്തു. എന്താണെന്നാണോ 8:30ക്കൊക്കെ ഒരു എക്സിബിഷൻ ക്ലോസ് ചെയ്യും. ഇതും എൻ്റെ തുന്നാനിരുന്നിട്ടും കൂടെ കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾക്ക് എണീക്കല്ലേ. ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞതായി ഫ്ലവറുകൾ പെറ്റൽസ് തുന്നി കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നാളെ തുന്നാം. വീഡിയോ പറഞ്ഞ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ്ട് നാളത്തേക്ക്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എൻ്റെ കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് കണ്ണടത്ത് വെച്ചേക്കണം കേട്ടോ. ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കണ്ണട വെക്കണം, മറക്കരുത് എന്നൊക്കെ. പക്ഷെ പലപ്പോഴും കണ്ണട വയ്ക്കാൻ മറന്നു പോകും. അതുകൊണ്ട് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്. ഇനി എനിക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. വേർത്തിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ കാണാം ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട് ഇല്ല എന്നൊക്കെ. ഇനി നമുക്ക് മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം കേട്ടോ. ഞാനിങ്ങനെ മിനി വ്ളോഗുകൾ ഉണ്ടല്ലോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് കാരണം ഡാൻസ് വീഡിയോസ് എടുക്കുന്നതിന് പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട് എനിക്ക് അവരെങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ ശല്യപ്പെടുത്താൻ വലിയ താല്പര്യമില്ല. പക്ഷെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ എടുക്കണം എന്നുണ്ട്. എൻ്റെ ഒരു കസിൻ അവൻ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് എടുക്കാൻ അങ്ങോട്ട് സമയം കിട്ടിയിട്ടില്ല. അപ്പം അതൊക്കെ ഈ ഒരാഴ്ച എടുക്കണം. കാരണം പിന്നത്തെ ആഴ്ച പിള്ളേർക്ക് എക്സാം ആയി ഒന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം. പിന്നെ അബ്ചേട്ടൻ്റെ 3ാമത്തെ ഹോസ്പിറ്റലിൻ്റെ ഇത് കഴിഞ്ഞു കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റണ്ട് ഇടുന്ന കാര്യം. അതൊക്കെ റിമൂവ് ചെയ്തു. ഓക്കെ ആയി. വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ സ്റ്റോണൊക്കെ വരാണ്ട് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.